എൻ്റെ മോളെ ശബരി പ്രപ്പോസ് ചെയ്തതിലൂടെ ശബരി ആക്ച്വലി അവളുടെ സൗന്ദര്യത്തെ കണ്ടിട്ടായിരുന്നോ, സൗന്ദര്യം ഉണ്ടെന്ന് ശബരിക്ക് തോന്നുന്നെങ്കിൽ മാത്രം, അതോ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കണ്ടിട്ടാണോ, അതോ അവളുടെ ആ പെരുമാറ്റ രീതിയെ കണ്ടിട്ടാണോ, അതുമല്ലെങ്കിൽ അവളുടെ പൊസിഷനെ കണ്ടിട്ടാണോ, ഇതൊന്നുമല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്നാണോ? ഒരു ഉത്തരം ക്ലിയർ കട്ടായിട്ട് ശബരി തരണം. ഓക്കെ ശബരി, മീനാക്ഷി അരുൾ. അപ്പം പിന്നെ ഞാൻ ഈ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ദിവ്യ അച്ഛനോട് പറയുന്നു, അച്ഛ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതെങ്ങനെയാണ് ദിവ്യ? അത് ഒരുപക്ഷെ ദിവ്യ നല്ലൊരു അഭിനേത്രി ആയതുകൊണ്ട് എനാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും? മറ്റേ സാരി എടുത്ത് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അതെയോ വേറെ എന്താ അച്ഛ ഇന്ന് അല്പം ക്ഷീണമാണല്ലോ അച്ഛൻ, എന്ത് പറ്റി, എന്തൊക്കെ ചോദിച്ചു, ആമുഖം ഇട്ടോ, എങ്ങനെയാണ് ഇത് പോകുന്നത്? ഞാനൊരു ദിവസം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നു അത് വളരെ വളരെ നല്ലൊരു സമയമാണ്. എല്ലാ വീടുകളിലും ഭക്ഷണം വിളമ്പുന്ന സമയം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും ലോഹ്യത്തിലിരിക്കുന്ന ഒരു സമയമാണ് പൊതുവെ. പക്ഷെ ആക്ച്വലി ഞങ്ങൾ ഈ പറയുന്ന എന്താ പറയാ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഫോർമലായിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ശബരിനാഥൻ എന്നുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു അലയൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയും ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിലുള്ള പോലത്തെ ഒരു ആങ്സ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. സെയിം ഇഷ്യൂസ് തന്നെയാണ്. രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ്, അത് ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല മകളെന്തായാലും മോള് കയറി പിടിച്ചിരിക്കുകയാണ്, ഇനി വലിയ ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ? ഒരു ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ദിവ്യക്ക് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി. അല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വന്നതിന് ശേഷം മാത്രമേ ആ ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ഒക്കെ എനിക്കും ശരിക്കും അത്ര ഇനിയിപ്പോൾ ഫാദറിലൂടെ അവകാശമാണ്. അതായത് അറിയണം മരുമകൻ എന്ത് കണ്ടിട്ടാണ് എൻ്റെ മകളെ പ്രണയിച്ചത്. അതൊരു ഒരു ആര്യ പറഞ്ഞ പോലെ ഭാര്യ പിതാവ് അമ്മായി അച്ഛന് ആദ്യമായിട്ടായിരിക്കും അമ്മായി അച്ഛന് മരുമകനോട് അറിയണമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഇതിനെയും ആൾക്കാർ ട്രോളുവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ഡെഫിനറ്റ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലുള്ള ജോബുള്ള ആളായിരിക്കണം, ഒരുപക്ഷെ ഡോക്ടർ പോലത്തെ ഒരു സർവീസ് ഉള്ള ആളായിരിക്കണം. താല്പര്യം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഷീ ഷുഡ് ബി വില്ലിംഗ് ടു വർക്ക് ഓൾസോ എന്നുള്ളത്. അപ്പോൾ ദിവ്യയെ കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, നമ്മൾ സംസാരിച്ചപ്പോൾ പേഴ്സണാലിറ്റി ഡെഫിനറ്റ്ലി എവറിത്തിങ്, അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് സബ്ജക്റ്റിനകത്ത് ഉത്തരം എ ബി, PSC ടെസ്റ്റിനകത്ത് A B C D എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദി എബവ് വരുമല്ലോ. അപ്പൊ ഇതൊരു ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് സം ടോട്ടൽ മെയിൻലി ഐ തിങ്ക് പേഴ്സണാലിറ്റിയും പിന്നെ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നതിൽ ഒത്തിരി സമാനതകളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമ്മളെ ആകർഷിച്ചത്. അതിനകത്ത് പൊസിഷനോ സബ് കളക്ടർ എന്നുള്ള ജോലിയോ IAS 2014 ബാച്ചോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന, സമാനമായി നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ IAS സബ് കളക്ടർ എന്നുള്ളത് വേണമെങ്കിൽ ശബരിയുടെ മനസ്സിൽ വേണമെങ്കിൽ ഒരു ആശങ്കയായിട്ടായിരിക്കും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഞാൻ ഒന്ന് സഹായിച്ചു നോക്കട്ടെ ശബരിനെ. ഇല്ല, ഞാൻ അങ്ങനെ IAS എന്നുള്ളത് നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത് കാര്യങ്ങളിലേക്ക് അടുത്തപ്പോഴാണ് ആഫ്റ്റർ വി ഫെൽ ഇൻ ലവ് ഇതിലൊരു പക്ഷേ ഒരു പ്രശ്നം IAS-ഉം MLA-യും തമ്മിലുള്ള കല്യാണമായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചത്. പക്ഷെ നമ്മൾ അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ബാക്കിയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ രണ്ടുപേരും വില്ലിംഗ് ആണെന്ന് പരസ്പരം ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു സാഹസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാടുന്നത്. വലിയ സാഹസം പിടിച്ച പരിപാടിയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ലേ, സമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക.